ഇംഗ്ലീഷ് പഠിക്കാറുണ്ടോ? ഞാൻ എല്ലാ ദിവസവും ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്. എങ്ങനെയാണ് നീ ഇംഗ്ലീഷ് പഠിച്ചത്? എത്ര നാളായിട്ട് നീ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്? നീ ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നോ? ഇതുപോലെ പഠിക്കുക എന്നുള്ള വാക്ക് നമ്മൾ നമ്മുടെ സംഭാഷണത്തിൽ പലപ്പോഴും ഉപയോഗിക്കാറുള്ളതാണ്. പഠിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഏതാ വാക്ക്? ലേൺ. അപ്പോൾ ലേൺ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇത്തരത്തിൽ വ്യത്യസ്തമായ സെൻറ്റൻസുകൾ പറയാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. ആദ്യം ഞാൻ മലയാളം സെൻറ്റൻസ് പറയാം. നിങ്ങൾ അതൊന്ന് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ മലയാളം പറഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ അതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞു നോക്കുക. എന്നിട്ട് ഞാൻ അതിൻ്റെ ശരിയായ സെൻറ്റൻസ് പറയാം. ആദ്യത്തെ സെൻറ്റൻസ്, നീ ഇംഗ്ലീഷ് പഠിക്കാറുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഡു യു ലേൺ ഇംഗ്ലീഷ്? എങ്ങനെയാണ്? ഡു യു ലേൺ ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് പഠിക്കാറുണ്ടോ? ഇനി ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം? വളരെ എളുപ്പമാണ്. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. എങ്ങനെയാണ്? ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. ഇനി അടുത്ത സെൻറ്റൻസ്, നീ ഇംഗ്ലീഷ് പഠിച്ചോ? എങ്ങനെ ചോദിക്കും? ഡിഡ് യു ലേൺ ഇംഗ്ലീഷ്? എങ്ങനെയാണ്? ഡിഡ് യു ലേൺ ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് പഠിച്ചോ? ഇനി അടുത്തത്, നീ എപ്പോഴാണ് ഇംഗ്ലീഷ് പഠിച്ചത്? എങ്ങനെ ചോദിക്കും? വെൻ ഡിഡ് യു ലേൺ ഇംഗ്ലീഷ്? എങ്ങനെയാണ്? വെൻ ഡിഡ് യു ലേൺ ഇംഗ്ലീഷ്? നീ എപ്പോഴാണ് ഇംഗ്ലീഷ് പഠിച്ചത്? ഇനി അടുത്തത്, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ പറയാം? നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. അതെങ്ങനെയാണ്? ഐ വാസ് ലേണിംഗ് ഇംഗ്ലീഷ്. എങ്ങനെയാണ്? ഐ വാസ് ലേണിംഗ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നീ എത്ര കാലമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്? നമ്മൾ ചോദിക്കാറുണ്ട്. സാധാരണ നമ്മൾ ഒരാളോട് ചോദിക്കാറുണ്ട്, നീ എത്ര കാലമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്? അതെങ്ങനെയാണ്? ഹൗ ലോങ് ഹാവ് യു ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്? എങ്ങനെയാണ്? ഹൗ ലോങ് ഹാവ് യു ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്? നീ എത്ര കാലമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്? ഇനി അടുത്ത സെൻറ്റൻസ്, ഞാൻ എല്ലാ ദിവസവും ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്. എങ്ങനെ പറയാം? ഐ ലേൺ ഇംഗ്ലീഷ് എവരി ഡേ. എങ്ങനെയാണ്? ഐ ലേൺ ഇംഗ്ലീഷ് എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്. ഇനി വേറൊരു ചോദ്യം നോക്കൂ. നീ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? എങ്ങനെ ചോദിക്കാം? ആർ യു ലേണിംഗ് ഇംഗ്ലീഷ്? എങ്ങനെയാണ്? ആർ യു ലേണിംഗ് ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇനി അടുത്ത സെൻറ്റൻസ്, നീ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത്? എങ്ങനെ ചോദിക്കാം? ഒന്ന് ചോദിച്ചോക്കെ. ഹൗ ഡിഡ് യു ലേൺ ഇംഗ്ലീഷ്? എങ്ങനെയാണ്? ഹൗ ഡിഡ് യു ലേൺ ഇംഗ്ലീഷ്? നീ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത്? ഇനി വേറൊരു സെൻറ്റൻസ്, നീ എന്തുകൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചില്ല? നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, നീ എന്തുകൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചില്ല? അതെങ്ങനെ ചോദിക്കാം? വൈ ഡിഡിൻറ്റ് യു ലേൺ ഇംഗ്ലീഷ്? എങ്ങനെയാണ്? വൈ ഡിഡിൻറ്റ് യു ലേൺ ഇംഗ്ലീഷ്? നീ എന്തുകൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചില്ല? ഇനി നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. എങ്ങനെ പറയാം? ലെറ്റ്സ് ലേൺ ഇംഗ്ലീഷ്. എങ്ങനെയാണ്? ലെറ്റ്സ് ലേൺ ഇംഗ്ലീഷ്. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. നീ ഇംഗ്ലീഷ് പഠിക്കണം. അതെങ്ങനെ പറയാം? യു ഷുഡ് ലേൺ ഇംഗ്ലീഷ്. എങ്ങനെ പറയാം? യു ഷുഡ് ലേൺ ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് പഠിക്കണം. ഇനി വേറൊരു സെൻറ്റൻസ്, എനിക്ക് 6 മാസത്തിനുള്ളിൽ ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയുമോ? എങ്ങനെ ചോദിക്കാം? ക്യാൻ ഐ ലേൺ ഇംഗ്ലീഷ് ഇൻ 6 months? എങ്ങനെയാണ്? ക്യാൻ ഐ ലേൺ ഇംഗ്ലീഷ് ഇൻ 6 months? എനിക്ക് 6 മാസത്തിനുള്ളിൽ ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയുമോ? ഈ സെൻറ്റൻസുകളെല്ലാം നന്നായി പഠിച്ച് നിങ്ങളുടെ സംസാരത്തിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് മലയാളം സെൻറ്റൻസുകൾ തരാം. 1, ഞങ്ങൾക്ക് 1 വർഷം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയുമോ? 2, രാധ ഇംഗ്ലീഷ് പഠിച്ചോ? 3, അവന് ഇംഗ്ലീഷ് പഠിക്കുകയാണ്. 4, നിന്റെ സഹോദരി എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത്? 5, അവൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. 6, നിന്റെ സഹോദരി എത്ര നാളായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്? 7, ഞാൻ എല്ലാ ദിവസവും ഇംഗ്ലീഷ് പഠിക്കാറില്ല. 8, രാഹുൽ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 9, അവൾ എന്താണ് പഠിക്കുന്നത്? 10, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം. ഈ സെൻറ്റൻസുകളെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. ഇതിൻ്റെ ശരിയായ സെൻറ്റൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. ഇതുപോലെ ഒരു വേർബ് എങ്ങനെ വ്യത്യസ്ത ടെൻസുകളിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.